നമസ്കാരം, ഫണ്ണി ആൻഡ് ടിപ്സ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് കറിവേപ്പിനെ കുറിച്ചാണ്. നമ്മുടെ വീട്ടിലെല്ലാം സാധാരണ എല്ലാ ഭക്ഷണങ്ങൾക്കും ആഹാരം പാകം ചെയ്യുന്നതിലെല്ലാത്തിനും നമ്മൾ കറിവേപ്പ് ഉപയോഗിക്കുന്നു. ആ കറിവേപ്പിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഇത് എൻ്റെ ഇളയ മകളാണ്. പേര് സേറ സോമൻ എന്നാണ്. ഇപ്പൊ 6 മാസം കഴിഞ്ഞു, 7ാമത്തെ മാസത്തിലോട്ട് കടക്കുന്നു. പിന്നെ ഇന്ന് ഞങ്ങൾ വീഡിയോ എടുത്ത സമയത്ത് പിന്നെ ആരുടെ എടുത്തിണങ്ങാഞ്ഞത് കാരണം പിന്നെ കുഞ്ഞിനെയും കൂടെ കഴിഞ്ഞ വീഡിയോയിലെ പോലെ കുഞ്ഞിനെയും കൂടെ കൂട്ടാമെന്ന് കരുതി 6 മാസം കഴിഞ്ഞു. ഇതാണ് കറിവേപ്പില. കറിവേപ്പില ദഹന സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഉള്ളൊരു പരിഹാരമാണ്. കൂടാതെ കറിവേപ്പിലയിൽ വൈറ്റമിൻ എ അടങ്ങിയിരിക്കുന്നു. ഇത് നമ്മളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് മൂലം കറിവേപ്പില നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് മൂലം നമ്മുടെ ശരീരത്തിന് വളരെ ആരോഗ്യപ്രദമാണ്. കൂടാതെ കണ്ണിന്, മുടിക്ക് മുതലായവയ്ക്ക് ആരോഗ്യം നൽകുന്നു. കണ്ണിന്റെ കാഴ്ച വളരെ കൂട്ടാൻ സാധിക്കുന്നു കറിവേപ്പില ഉപയോഗിക്കുന്നത് മൂലം. നമ്മുടെ ആഹാരത്തെ നമ്മൾ നിത്യജീവിതത്തിലെ ഭക്ഷണത്തിലെല്ലാം കറിവേപ്പില എല്ലാ കൂട്ടാനും, ഉപ്പുമാവ് അതുപോലെ എല്ലാ ഭക്ഷണങ്ങളും ഉണ്ടാക്കുന്നതിനും നമ്മൾ കടുക് വറുക്കുന്നതിനോടൊപ്പം തന്നെ കറിവേപ്പില ഉപയോഗിക്കുന്നു. തോരൻ, സാമ്പാർ, ഏതൊരു ഭക്ഷണ പദാർത്ഥം നമ്മൾ ഉണ്ടാക്കിയാലും അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കറിവേപ്പില ഉപയോഗിക്കുന്നത്. കാരണം നമ്മുടെ നിത്യജീവിതത്തിൽ ഭക്ഷണത്തോടൊപ്പം ഒഴിവാക്കാൻ പറ്റാത്തൊരു ഘടകമായി മാറിയിരിക്കുകയാണ് കറിവേപ്പില. കൊളസ്ട്രോൾ, ഡയബറ്റീസ് മുതലായവ കുറയ്ക്കാൻ ഇടയാക്കുന്നു. കൂടാതെ ഹൈപ്പർ ടെൻഷൻ ഇല്ലാതെയാക്കുന്നു കറിവേപ്പിലയുടെ ഉപയോഗം മൂലം. കറിവേപ്പില ശരീരത്തിൽ പ്രതിരോധ ശേഷിയെ കൂട്ടാൻ സാധിക്കുന്നു. ആരോഗ്യക്കുറവുകൾ, പ്രതിരോധ ശേഷി കുറയുക എന്ന് പറയുമ്പോൾ തന്നെ ശരീരം, നമുക്ക് ആരോഗ്യം കുറവുള്ള ശരീരത്തിൽ ഉള്ളവരെ കാണുമ്പോൾ തന്നെ അറിയാം. അങ്ങനെയുള്ളവരെ കാണുമ്പോൾ നമ്മൾ പറയും അവർക്ക് രോഗപ്രതിരോധ ശേഷി ഇല്ല, ആരോഗ്യമില്ല എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം. കാരണം കറിവേപ്പില ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് മൂലം നമ്മുടെ മനുഷ്യ ശരീരത്തിൽ രോഗപ്രതിരോധ ശേഷിയെ കൂട്ടുവാൻ സഹായിക്കുന്നു. വാർഫാരിൻ, ആസ്പിരിൻ മുതലായ ഗുളിക കഴിക്കുന്നവർക്ക് കുറച്ച് കറിവേപ്പില കഴിക്കാവൂ. കാരണം അതിന്റെ എഫക്റ്റ് കുറയ്ക്കുന്നു. കാരണം കറിവേപ്പില കഴിക്കുന്നത് വാർഫാരിൻ, ആസ്പിരിൻ മുതലായ ഗുളികയുടെ എഫക്റ്റ് കുറയ്ക്കുന്നു. അപ്പോൾ അതും ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമാണ്. കൂടാതെ കറിവേപ്പില കൊണ്ട് ആയുർവേദത്തിൽ ഒരുപാട് മരുന്നുകൾ ഉണ്ടാക്കാനായിട്ട് കറിവേപ്പില ഉപയോഗിക്കുന്നു. തലമുടി വളരാനായിട്ട്, എണ്ണ കാച്ചുവാനായിട്ട് നമ്മൾ കറിവേപ്പില ഉപയോഗിക്കുന്നു. പലവിധ എണ്ണകൾ നമ്മൾ കാച്ചി മുടിയിൽ പറ്റുന്നുണ്ടെങ്കിൽ മുടി നല്ല രീതിയിൽ വളരാനും മുടി കൊഴിച്ചിൽ ഇല്ലാതാക്കുവാനും കറിവേപ്പില ഉപയോഗിച്ച് എണ്ണ കാച്ചി നമുക്ക് തലയിൽ കിട്ടിക്കഴിഞ്ഞാൽ നര കുറയ്ക്കാന് ഇതിനെല്ലാം ഇടയാക്കുന്നു കറിവേപ്പില കൊണ്ട് കാച്ചുന്ന എണ്ണ മൂലം. ത്വക്ക് രോഗങ്ങൾക്ക് എണ്ണ കാച്ചി നമ്മുടെ കൈ, പുറത്ത്, ശരീരത്തില് എല്ലാ ഭാഗത്തും എന്തെങ്കിലും ത്വക്ക് രോഗങ്ങൾ, പുഴുക്കടി, അലർജി അതുപോലത്തെ ഉള്ള രോഗങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ കറിവേപ്പില മൂലം കറിവേപ്പില എണ്ണ കാച്ചി പുരട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നല്ലതാണ്. ആ അലർജി, പാടുകള്, കരപ്പൻ വന്ന പാടുകൾ അതുപോലൊക്കെ ഉണ്ടെങ്കിൽ കറിവേപ്പില കൊണ്ട് പുരട്ടിയാൽ മതി, അത് മാറുവാൻ വേണ്ടി. നമ്മുടെ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉണ്ടാക്കുന്നതിലും ആയുർവേദപരമായിട്ടുള്ള സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉണ്ടാക്കുന്നതിനകത്തും കറിവേപ്പില ഉപയോഗിക്കുന്നു. കാല് വിണ്ട് കീറുന്നതിന്, കൂടാതെ ഈ ഡ്രൈ സ്കിൻ എന്ന് പറയും, ചിലർക്ക് വറവ് സമയത്ത് പിന്നെ ചിലർക്ക് മഞ്ഞ് സമയത്തൊക്കെ കാലിന്റെ ഉപ്പൂറ്റി, പിന്നെ കാലിന്റെ ഈ ചില സ്കിന്നിന്റെ പുറത്ത്, കയ്യിലൊക്കെ ഈ പ്രായമായവരുടെ സ്കിന്നൊക്കെ ഇരിക്കുന്നത് പോലെ വരണ്ട സ്കിന്നായിട്ട് മാറും. ഇതിനെല്ലാം ഇത് കറിവേപ്പില ഇട്ട് എണ്ണ തിളപ്പിച്ച് കാലിലും അങ്ങനെ കാലിന്റെ ഉപ്പൂറ്റി വിണ്ട് കീറിയ ഭാഗങ്ങളിലും എല്ലാം പുരട്ടുന്നത് നല്ലതാണ്. അത് തുടർച്ചയായിട്ട് പുരട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ശമനം ഉണ്ടാകുന്നതാണ്. അതിനായി ഇതുവരെ അങ്ങനെ ഒരു അറിവില്ലാത്തവരൊക്കെ അങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും. കറിവേപ്പില അരച്ച് ഉള്ളിൽ കഴിക്കുന്നത് ഡയേറിയ പോലെയുള്ള രോഗങ്ങളെ കുറയ്ക്കാൻ ഇടയാക്കും. കറിവേപ്പില അരച്ച് അത് പാനീയമാക്കി ജ്യൂസ് പോലൊക്കെ ആക്കിയോ അല്ലെങ്കിൽ ഭക്ഷണത്തിന്റെ ഏതെങ്കിലും രീതിയിൽ ഉൾപ്പെടുത്തിയ, ചിലപ്പോൾ ഈ നെല്ലിക്ക വലിപ്പത്തിലൊക്കെ അരച്ച് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതോ, ചിലപ്പോൾ അല്ലാതെ തന്നെ കറിവേപ്പില അരച്ച് നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡയേറിയ പോലെയുള്ള രോഗങ്ങൾ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ ഇടയാക്കുന്നു. കൂടാതെ ഇത് ഇല്ലാതെ ആവാനും ഇടയാക്കുന്നു. കേശ സംരക്ഷണത്തിന് ഹെയർ ടോണിക് ഉണ്ടാക്കുവാനായിട്ട്
കറിവേപ്പില ഉപയോഗിക്കുന്നു, ആയുർവേദപരമായിട്ടും ഉപയോഗിക്കുന്നു. കറിവേപ്പില ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മൂലം വളരെയേറെ രോഗപ്രതിരോധ ശേഷി നമ്മൾക്ക് കുറയുന്നു. കൂടാതെ നമ്മൾക്ക് എല്ലാ ആവശ്യങ്ങൾക്കും നമ്മൾ നിത്യജീവിതത്തിൽ ഈ ഒരു വസ്തു ഈ ഒരു കറിവേപ്പില നമ്മൾ ഉപയോഗിക്കുന്നു. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ നമുക്ക് നട്ടുപിടിപ്പിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവിധ ആവശ്യങ്ങളും സാധാരണ കറിക്ക് ഉപയോഗിക്കുന്നു എന്നൊരറിവല്ലാതെ കറിവേപ്പിലയെ കൊണ്ട് തന്നെ ഒരുപാട് ഉപയോഗം നമ്മുടെ നിത്യജീവിതത്തിലുണ്ട്. തളിരിലകളൊക്കെ എടുത്ത് വെള്ളം തിളപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്. കറിവേപ്പിലയും മഞ്ഞളും അരച്ച് പുരട്ടുന്നത് പുഴുക്കടി അതുപോലെയുള്ള രോഗങ്ങൾ, ചൊറിച്ചിൽ മുതലായവയ്ക്ക് ഇവിടെയാകുന്നു. കറിവേപ്പിന്റെ ഇല, പച്ചമഞ്ഞള്, ആര്യവേപ്പിന്റെ ഇല മുതലായവ അരച്ചു പുരട്ടി ഈ പുഴുക്കടി ഉണ്ടായ ഭാഗത്ത് പുരട്ടുന്നത് ഇത് മാറാനായിട്ട് പുഴുക്കടി മാറാനായിട്ട് ഇടയാകുന്നു. കേരളത്തിൽ കറിവേപ്പില കണ്ടുവരുന്നു. കൂടാതെ വൃക്ഷമായിട്ട് മരങ്ങളായിട്ട് കാണപ്പെടുന്നത് മലേഷ്യയിലാണ് ഈ കറിവേപ്പ് മരങ്ങളായിട്ട് കാണപ്പെടുന്നത്. കറിവേപ്പില, ചുക്ക്, കുരുമുളക് സമം എടുത്ത് കഷായം ഉണ്ടാക്കി കുടിച്ചാൽ പനി മാറാനായിട്ട് ഇടയാകുന്നു. കൂടാതെ കറിവേപ്പിന്റെ 10 തണ്ട്, കുരുമുളക്, ഇഞ്ചി, പുളി, ഉപ്പ് എന്നിവ ആവശ്യത്തിന് ചേർത്തരച്ച് കഴിച്ചാൽ തുമ്മൽ, ഇസ്നോഫീലിയ മുതലായവ കൊണ്ടുണ്ടാകുന്ന അലർജി ഇല്ലാതെയാക്കുന്നു. കൂടാതെ രാവിലെ ഉണ്ടാകുന്ന ഛർദി ഒഴിവാക്കാനായിട്ട് കറിവേപ്പിന്റെ ഇല അരച്ചു കഴിക്കുന്നത് നല്ലതാണ്. വേനൽക്കാലത്ത് ശരീരത്തിൽ ഉണ്ടാകുന്ന തിമിർപ്പിന്, ചൂടുകുരുവിന് കറിവേപ്പില വെണ്ണ പോലെ അരച്ച് കഴിക്കുന്നതും നല്ലതാണ്. മുതലായവയൊക്കെയാണ് കറിവേപ്പിലയെ കുറിച്ചുള്ള വിവരങ്ങൾ. കറിവേപ്പില കഴിക്കുന്നത് മൂലം അമിതഭാരം കൂടാതെ അമിതവണ്ണം ഇവ കുറയ്ക്കാൻ സാധിക്കുന്നു. അമിതഭാരം കുറയ്ക്കുന്ന പറഞ്ഞാൽ അല്ലാത്ത ജങ്ക് ഫുഡ്, പുറമേ ഉള്ള ഫുഡ് കഴിച്ചിട്ടും അല്ലാതെ പലവിധ രോഗാവസ്ഥയിലുള്ള വണ്ണവും ഉള്ളവരുമുണ്ട്. ഇപ്പൊ നമ്മൾ പുറമെ ഒരു കൂടിയ വണ്ണം ഉള്ളവർ, ഇല്ലെങ്കിൽ ഒരു അളവിൽ കൂടുതൽ വണ്ണം ഉള്ളവരെ കാണുമ്പോൾ അവരില്ലെങ്കിൽ ഫുഡ് കഴിച്ചുണ്ടാകുന്ന വണ്ണമാണ് എന്ന് നമ്മൾ പറയും. പക്ഷെങ്കിൽ ചിലർക്ക് അവരുടെ ശരീരത്തിന് ഹോർമോൺ ചേഞ്ച് മൂലം ഉണ്ടാകുന്ന വണ്ണമുണ്ട്, അല്ലാതെ ഭക്ഷണം കഴിച്ചിട്ടുള്ള വണ്ണമുണ്ട്. ഏതൊക്കെ വണ്ണമാണെന്ന് പറഞ്ഞാൽ പോലും ചിലപ്പോൾ ഹോർമോൺ ചേഞ്ച് പോലെയൊക്കെയുള്ള വണ്ണം വെക്കുന്നതൊക്കെ നമുക്ക് ആശുപത്രിയിൽ പോയി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള മരുന്ന് കഴിച്ചതിന് ശേഷം അങ്ങനെയുള്ള രോഗങ്ങൾക്കും ഒരു പരിഹാരം കിട്ടും. കൂടാതെ നോർമലായിട്ടുള്ള ആഹാരം കഴിച്ചുണ്ടാകുന്ന വണ്ണങ്ങൾക്കൊക്കെ നമുക്ക് കുറയ്ക്കുന്നതിന് ഈ കറിവേപ്പില ഭക്ഷണത്തിൽ ഉൾപ്പെടുന്നത്, അത് നമ്മുടെ ഇഷ്ടപ്പെട്ട രീതിയിൽ കറിവേപ്പില ഭക്ഷണത്തിന്റെ രീതിയിൽ നമ്മുടെ ശരീരത്തിൽ ഉൾപ്പെടുത്തുന്നത് കൊണ്ട് അത് ഏതൊക്കെ അത് ജ്യൂസ് ആയിട്ടോ അല്ലെങ്കിൽ ആഹാരത്തിൽ ഉൾപ്പെടുത്തി, ഇപ്പൊ ഒരു കറി വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് കടുക് വറുത്ത് ഉപ്പുമാവ് ഉണ്ടാക്കുന്നതിനകത്തും, അല്ലാതെ പൊടിയായിട്ട് കറിവേപ്പില ഉണക്കി പൊടിച്ച് വെക്കുന്നവരുണ്ട്. ഈ മിക്സർ അതുപോലെയുള്ളതിന്റെ കൂട്ടത്തിലൊക്കെ കഴിക്കുന്നത് നമ്മുടെ ഭക്ഷണത്തിലൂടെ നമ്മുടെ ഉള്ളിൽ പോകുന്നതാണ്. അപ്പൊ ഏതൊക്കെ വിധത്തിൽ നമ്മൾക്ക് അത് ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് അത് നമ്മൾ തന്നെയാണ് തീരുമാനിക്കുന്നത്. അമിതഭാരം കുറയ്ക്കാനും എല്ലാം ഓരോന്നും ഓൺലൈൻ വഴിയൊക്കെ വരുത്തിച്ച് മരുന്ന് കഴിക്കുന്നവരുണ്ടൊക്കെ. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവര് അമിതഭാരം, അമിതവണ്ണം മൂലമൊക്കെ പ്രയാസപ്പെടുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ കഴിവതും കറിവേപ്പില നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അതിനൊരു പരിഹാരമാകും. കൂടാതെ പൈൽസ് രോഗത്താൽ ഭാരപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനും ഈ കറിവേപ്പില നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. പിന്നെ തിമിരബാധ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ കറിവേപ്പില കഴിക്കുന്നത്, ഭക്ഷണത്തിൽ സ്ഥിരമായി ഉൾപ്പെടുത്തുന്നത് തിമിരബാധയെ ഇല്ലാതാക്കാനായിട്ട് സാധിക്കുന്നു. കറിവേപ്പില അരച്ചു പുരട്ടുന്നത് ചെറിയ പൊള്ളലുകൾ അതുപോലെയുള്ള അവസ്ഥയ്ക്ക് കറിവേപ്പില പച്ചയ്ക്ക് അരച്ചു പുരട്ടുന്നത്, ഈ പൊള്ളലുണ്ടായ ഭാഗങ്ങളിലൊക്കെ കറിവേപ്പില അരച്ചു പുരട്ടുന്നത് മൂലം പൊള്ളലില്ലാതാക്കാൻ സാധിക്കുന്നു. ചിലപ്പോൾ നമ്മൾ പേസ്റ്റ് അതുപോലെയൊക്കെ തേച്ച് കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ കൈയുടെ ശരീര പൊള്ളലേറ്റ ഭാഗങ്ങളൊക്കെ കൊമളിച്ച് പിന്നെ അതൊരു മുറിവ് പോലായി പിന്നെ കരിയാനൊക്കെ താമസിക്കും. അപ്പം ഇത് എളുപ്പം നമുക്ക് പെട്ടെന്നൊരു ശരീരത്തിലുള്ള ഒരു പൊള്ളല് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ മുറ്റത്ത് തന്നെ കാണുന്നൊരു വസ്തുവാണ് കറിവേപ്പില. അത് പെട്ടെന്ന് ഈ ഒരു വീഡിയോ കാണുന്നതിലൂടെങ്കിലും നിങ്ങൾ ഓർത്ത് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. കറിവേപ്പില അരച്ച് പൊള്ളലുണ്ടായ ഭാഗത്ത് അന്നേരം തന്നെ പുരട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ പൊള്ളലിന് ഒരു ശമനമുണ്ടാകുന്നു. കൂടാതെ കറിവേപ്പിലയ്ക്ക് കൈഡരിയം അല്ലെങ്കിൽ കാളശാകം
എന്നീ പേരുകൾ സംസ്കൃതത്തിൽ കറിവേപ്പില അറിയുന്നു. നമ്മുടെ കേരളത്തിലൊക്കെ കരിയാപ്പില, കറിവേപ്പില അങ്ങനെയൊക്കെ നമ്മളൊക്കെ ഓരോ സ്ഥലങ്ങളിലൊക്കെ ഓരോ പേരുകളൊക്കെ അറിയപ്പെടുന്നു. സംസ്കൃതത്തിലാണ് ഞാൻ ഈ പറഞ്ഞ പേരുകൾ. കൈഡരിയം അഥവാ കാളച്ചാകം എന്നീ പേരുകളിലാണ് നമ്മുടെ കറിവേപ്പില അറിയപ്പെടുന്നത്. പലർക്കും ചിലർക്ക് ചില വീട്ടമ്മമാർക്കോ അല്ലെങ്കിൽ സാധാരണ പ്രായമായവർക്കോ ഒന്നും അറിയത്തില്ലായിരിക്കും. ഇതാണ് സംസ്കൃതത്തിലുള്ള കറിവേപ്പിലയുടെ പേര്. പിന്നെ ഗർഭാവസ്ഥയിൽ സ്ത്രീകൾക്കുണ്ടാകുന്ന പതിവായിട്ടുണ്ടാകുന്ന ഛർദിലാണ് ഈ പ്രഭാതത്തിൽ രാവിലെ എഴുന്നേറ്റ് വരുന്ന സമയത്തൊക്കെ ഛർദിൽ മൂലം പിന്നെ തലകറക്കമൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഗർഭിണി ആയിരിക്കുന്നത് കൊണ്ടുള്ള സാധാരണ അവസ്ഥയിലുണ്ടാകുന്ന ഛർദിലാണ്. അതിന് ഒരു മരുന്ന് പ്രത്യേകിച്ച് ഇനിയിപ്പം ഛർദിലായി ഗർഭിണി ആയിരിക്കുന്നത് കൊണ്ട് മരുന്ന് കഴിക്കാൻ പറ്റാത്ത അവസ്ഥയായതുകൊണ്ട് അതിന് അത് നമ്മൾ കഴിവതും നമ്മളത് സഹിച്ചിരിക്കുകയാണ്. പക്ഷെങ്കിൽ നമ്മളെ കൊണ്ട് അല്ലെങ്കിൽ ഗർഭാവസ്ഥയിലിരിക്കുന്ന ഒരു സ്ത്രീക്ക് വേറൊരു രീതിയിൽ എഫക്ട് ചെയ്യാത്ത രീതിക്ക് ഉള്ളൊരു മരുന്നാണ്. കാരണം കറിവേപ്പില രാവിലെ വെറും വയറ്റില് അരച്ച് കഴിക്കുക. അത് ചിലപ്പോൾ അരച്ചിട്ട് ചിലപ്പോൾ ഇച്ചിരൂടെ വെള്ളം മിക്സ് ചെയ്ത് ചിലപ്പോൾ അരച്ചൊരു ബോൾ പോലാക്കി കഴിക്കാൻ മേലാത്ത ബുദ്ധിമുട്ടുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ അത് വെള്ളത്തിന്റെ പരുവത്തിലോ അല്ലെങ്കിൽ ജ്യൂസ് ആക്കി അതിന്റെ നീരോ അങ്ങനെയൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തില്ലെങ്കിൽ അകത്ത് ആഹാരമാക്കി കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പ്രഭാതത്തിലുണ്ടാകുന്ന ഗർഭിണികൾക്ക് രാവിലെ സമയത്തുണ്ടാകുന്ന ഛർദിലുകൾ ഒഴിവാക്കാൻ സാധിക്കുന്നു. ഈ നമ്മൾ നിസ്സാരമെന്ന് കരുതുന്ന ഈ ഒരു കറിവേപ്പില കൊണ്ട് നമുക്കിപ്പോൾ ഒരുപാട് ഗുണങ്ങൾ, ഇപ്പൊ ഗർഭിണിയായവർക്കാണെങ്കിലും പ്രായമായവർക്ക് കൊളസ്ട്രോൾ മൂലമാണെങ്കിലും ഭാരപ്പെടുന്നവര്, കൈകാൽ മരവിപ്പ് ഇതൊക്കെ മൂലം ഭാരപ്പെടുന്നവരാണെങ്കിലും നമ്മൾ ഇറച്ചി പ്രായമായവർ കൊളസ്ട്രോൾ ആണെങ്കിൽ ഇറച്ചി, മീൻ അതുപോലത്തെ ബീഫ് അതുപോലത്തെ ഒക്കെ ഉള്ളവർ തീരെ ഭക്ഷണത്തിൽ ഒഴിവാക്കാൻ മടിയാണ്. കാരണം ഇതൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് കൊണ്ട്. പക്ഷെ അങ്ങനെ അത് ഒഴിവാക്കാൻ മടിയുള്ളവരും അത് മരുന്ന് കഴിച്ച് കുറയ്ക്കാൻ ശ്രമിക്കാതെ കഴിവതും ഇതുപോലെയുള്ള കറിവേപ്പില കൊണ്ട് ഈ കൊളസ്ട്രോൾ ഒക്കെ കുറയ്ക്കാനും ഒക്കെ സാധിക്കുമെന്ന് എല്ലാവരും മനസ്സിലാക്കുക. കൂടുതലും നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. പിന്നെ ഞാൻ ഈ നിങ്ങളുമായി ഷെയർ ചെയ്ത ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഞാനിപ്പോൾ നിങ്ങളുമായി പങ്കുവെച്ച എൻ്റെ അറിവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും ഗൂഗിളും യൂട്യൂബും ഒക്കെ സെർച്ച് ചെയ്ത് പിന്നെ ഞങ്ങളുടെ വീട്ടിലുള്ളവരും അമ്മയോടും വല്യമ്മയോടും എല്ലാവരോടും ഒക്കെ ചോദിച്ചു അറിഞ്ഞൊക്കെയുള്ള വിവരങ്ങളാണ് ഞാനും നിങ്ങളുമായി പങ്കുവച്ചിരിക്കുന്നത്. എല്ലാവർക്കും ഞാൻ ഈ പറഞ്ഞ വീഡിയോ, ഞങ്ങളുടെ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഞങ്ങളുടെ ചാനൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഓരോ സപ്പോർട്ടും ഓരോ ഷെയറുമാണ് ഞങ്ങളെ അംഗീകരിക്കുന്നു എന്നുള്ളതിനുള്ള ഒരു അടയാളം. കാരണം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചാണ് ഞങ്ങൾ ഈ വീഡിയോ ഇടുന്നത്. മാക്സിമം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.